ഹലോ ഗൈസ്, ഇന്നൊരു അടിപൊളി തുമരപ്പയർ ഉപ്പേരി ആയാലോ. അതിനു വേണ്ടി തുമരപ്പയർ ചെറുതായി ഇതേപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പച്ചമുളക് നാലോ അഞ്ചോ എരിവിനനുസരിച്ച്, അതേപോലെ മഞ്ഞളും ഉപ്പും, അതേപോലെ തേങ്ങ. ഇത്രയും സാധനങ്ങൾ വേണ്ടുള്ളൂ. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു തുമരപ്പയർ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. കുറച്ച് വെള്ളം അടുപ്പത്ത് വെക്കുക. എന്നിട്ട് അതിലേക്ക് വേണം തുമരപ്പയർ ഇടാൻ. പോയിട്ടുണ്ടോ? നമുക്ക് എല്ലാ തുമരപ്പയറും അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളയ്ക്കാൻ വെക്കാം. അതിലേക്ക് കുറച്ച് മഞ്ഞളും അതേപോലെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഉപ്പും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. വെന്തതിന് ശേഷം നമുക്കിതിൽ കുറച്ച് വെള്ളം എടുത്ത് മാറ്റിക്കളയാവുന്നതാണ്. കാരണം ഇത് കട്ട് പോകാൻ വേണ്ടിയാണ് ഞാൻ ഇത്ര വെള്ളം എടുത്തിരിക്കുന്നത്. ഏകദേശം ഈ പരിവായി ഇതിൽ കണ്ട കുറച്ച് കറയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മാറ്റിക്കളയാവുന്നതാണ്. നമുക്കിതിൽ വെള്ളം ഇങ്ങനെ ഊറ്റിക്കളയാം. ഇതേപോലെ ഊറ്റിക്കളയേണ്ടതാണ്. അതിൽ കറയൊക്കെ പോകണമെങ്കിൽ. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാവുന്നതാണ്. നമുക്ക് ഇതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാവുന്നതാണ്. വറ്റൽമുളക് ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കും ഇതിലേക്ക്. അതേപോലെ ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നേരത്തെ ഊറ്റി വെച്ച ആ തുമരപ്പയർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് ചതച്ച് വെച്ച തേങ്ങയും പച്ചമുളകും ഒന്നിച്ച് ചതച്ച് വെച്ചത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതായത് ഞാൻ പറയാൻ വിട്ടുപോയി, തേങ്ങയും പച്ചമുളകും ഒന്നിച്ച് ചതച്ച് വെക്കണം. എന്നിട്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ ഇളക്കി വേവിച്ച് കൊടുക്കാം. കരിയരുത്, കരിയാണ്ട് ഇത് ഇളക്കാം. നമ്മുടെ തുമരപ്പയർ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല മണം വരുന്നുണ്ട്. മണം മാത്രമല്ല നല്ല ഗുണവുമാണ്. പ്രായർക്കും കുട്ടികൾക്കും അതേപോലെ നമ്മൾക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഉപ്പേരിയാണിത്. നല്ല ഗുണമാണ്. പോരാതെ മഴക്കാലമാണ്, ഇങ്ങനത്തെ ഒക്കെ ഉപ്പേരി വെച്ച് കഴിക്കുക. നല്ലോണം ആരോഗ്യം നോക്കുക. അടിപൊളിയാണ്. ടേസ്റ്റി ആയിട്ട് തുമരപ്പയർ ഉപ്പേരി റെഡി ആയിരിക്കുകയാണ്. ഇത് നല്ലപോലെ തന്നെ അയൺ ഉള്ളതുകൊണ്ട് തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ നല്ലൊരു ഉപ്പേരിയാണിത്. ആരോഗ്യത്തിന് നല്ലതാണ് ഇത് കഴിക്കുന്നത്. പോരാതെ നിങ്ങൾ ഉണ്ടാക്കി നോക്കേണ്ടതാണ്. ഇത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.